ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫോട്ടോഷോപ്പിനകത്ത് മലയാളം ടൈപ്പ് ചെയ്യുന്നതാണ്. ഫോട്ടോഷോപ്പിനകത്ത് മാത്രമല്ല, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈനകത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മലയാളം ടൈപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് ഇൻഡിസൈനകത്തൊക്കെ മാഗസിന് അല്ലെങ്കിൽ ന്യൂസ് ലെറ്ററിനൊക്കെ ആയിട്ട് ഒരുപാട് മലയാളം ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മുൻപൊക്കെ ഈ ഒരു ഫോട്ടോഷോപ്പിനകത്ത് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ISM ആണ്. എന്നാൽ ഇപ്പം നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു ടൈപ്പിറ്റാണ് മിക്ക ആൾക്കാരും തന്നെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് പല വെബ്സൈറ്റുകളും ഇന്ന് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് ടൈപ്പിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ടൈപ്പിറ്റിന് മറ്റ് പല യൂസുകളും നമുക്കുണ്ട്. അപ്പം ഈ ഒരു ടൈപ്പിറ്റിനകത്ത് എങ്ങനെയാണ് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് ഫോട്ടോഷോപ്പിനകത്ത് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ടൈപ്പിറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈപ്പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ടൈപ്പിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഇൻ്റർഫേസ്. ഇത് നമുക്ക് വിൻഡോ വലുതാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് ചെറുതാക്കാനും കഴിയുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നത് ഇൻസ്ക്രിപ്റ്റ് ആയിട്ടാണ്. അതായത് യൂണിക്കോഡ് ആയിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്തൊക്കെ യൂണിക്കോഡായിട്ട് ടൈപ്പ് ചെയ്യാറുണ്ട്. അതായത് മംഗ്ലീഷ് രൂപത്തിൽ നിങ്ങൾ മലയാളം ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് കീബോർഡ് ലേഔട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് DTP വർക്കൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മലയാളം കീബോർഡ് ലേഔട്ട് നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഹെൽപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കീബോർഡ് ലേഔട്ട് കാണാവുന്നതാണ്. ഇതിനകത്ത് ഇൻസ്ക്രിപ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ കീബോർഡിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോ ഇംഗ്ലീഷ് ലെറ്ററിനകത്തും വരുന്ന മലയാള ലെറ്റർ ഏതാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിക്കൊണ്ട് മലയാളം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു കീബോർഡ് ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് മലയാളം ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മലയാളത്തിൽ കുറച്ച് വാക്കുകളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു വാക്കുകളെ നമുക്ക് ഫോട്ടോഷോപ്പിനകത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഞാനിവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം FML സീരീസ്, അതുപോലെ FML TT സീരീസ്, അതുപോലെ MLKV, ആപ്പിൾ ഫോണ്ട്. അപ്പോൾ ഈ ഒരു ഫോണ്ടുകളാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ടൈപ്പിറ്റിനകത്ത് ടൈപ്പ് ചെയ്തിട്ടുള്ള മലയാളം ഫോട്ടോഷോപ്പിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ FML സീരീസിനകത്തും അതുപോലെ MLKV സീരീസിനകത്തും നമ്മൾ ഡിഫറൻ്റ് ആയിട്ടാണ് ഈ ഒരു ഫോട്ടോഷോപ്പിനകത്തേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ടൈപ്പിറ്റിൽ വീണ്ടും വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഈ ഒരു വാക്കുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഞാൻ Ctrl+C പ്രസ് ചെയ്ത് ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ഫോട്ടോഷോപ്പിൽ പോവാം. ഇവിടെ ഞാൻ ടെക്സ്റ്റ് ടൂൾ എടുത്ത് ഇവിടെ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ Ctrl+V പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ FML സീരീസിൻ്റെ ഒരു നല്ലൊരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒരു അക്ഷരം മിസ്സിംഗ് ആണ്. അതായത് ഇണ്ട എന്നുള്ളൊരു അക്ഷരം ഇവിടെ മിസ്സിംഗ് ആണ്. എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഇണ്ട ഇവിടെ മിസ്സിംഗ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു FML സീരീസിനകത്തും അതുപോലെ തന്നെ നമ്മളിനി FML TT സീരീസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇണ്ട എന്നുള്ളൊരു അക്ഷരം മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോഷോപ്പിനകത്ത് മലയാളം FML സീരീസിനകത്താണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ടൈപ്പിൽ നിന്ന് ഈ ഒരു വാക്കുകൾ കോപ്പി ചെയ്യാനായിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ടൈപ്പിറ്റിൽ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വാക്കുകളെ ഈ ഒരു FML സീരീസിനകത്തേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ കൺവേർട്ടിൽ പോകുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാം. ഇവിടുന്ന് കോപ്പി ടു സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫിഫ്ത്ത് ആയിട്ട് FML കാണാം. അതിൻ്റെ ഷോർട്ട് കീ വരുന്ന Ctrl+G ആണ്. അപ്പോൾ നമ്മൾ കൺവേർട്ടിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മളിവിടുന്ന് Ctrl+A പ്രസ് ചെയ്ത് നമ്മളിവിടെ വാക്കുകൾ ഓൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ Ctrl+G പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം FML സീരീസിനകത്തേക്ക് ഈ ഒരു വാക്കുകൾ കൺവേർട്ട് ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ വാക്കുകളിവിടെ കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പോയിട്ട് Ctrl+C പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് പോവാം. ഞാൻ ഈ വാക്കുകൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ Ctrl+V പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ വാക്കുകൾ പേസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇണ്ട മിസ്സിംഗ് അല്ല ഇണ്ടയുണ്ട്. അതായത് എങ്ങനെയാണ് ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യേണ്ടതെന്നുള്ള വാക്ക് ഇവിടെ ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ നമ്മളിവിടെ FML സീരീസിനകത്തോട്ട് ഇത് മാറ്റുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇണ്ട മിസ്സിംഗ് അല്ല ഇണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ FML സീരീസിൽ അല്ലെങ്കിൽ FML TT സീരീസിനകത്തൊക്കെ ഈ ഒരു ഫോട്ടോഷോപ്പിനകത്ത് അല്ലെങ്കിൽ ഇൻഡിസൈനിൽ ഇല്ലുസ്ട്രേറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടൈപ്പിറ്റിൽ പോയതിന് ശേഷം ടൈപ്പ് ചെയ്തിട്ടുള്ള വാക്കുകളെ നമ്മൾ FML സീരീസിനകത്തോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഇണ്ട എന്നുള്ള അക്ഷരം മിസ്സാവാതെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിനകത്തൊക്കെ വർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇപ്പം നമ്മൾ നോക്കിയുള്ള FML സീരീസിലുള്ള ഫോണ്ടിനെ കുറിച്ചാണ്. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന MLKV അതുപോലെ ആപ്പിൾ ഫോണ്ടുകളെ കുറിച്ചാണ്. ഈ രണ്ട് ഫോണ്ടിനകത്തും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ Ctrl+C പ്രസ് ചെയ്തുകൊണ്ട് തന്നെ കോപ്പി ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇണ്ടായ്ക്ക് പകരം മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. ഇവിടെ നമ്മൾ ഈ ഒരു ഇണ്ട ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ Shift+2 പ്രസ് ചെയ്യുന്നുണ്ട്. അതായത് @ നമ്മളിവിടെ ഇണ്ടായ്ക്ക് പകരമായിട്ട് ഇവിടെ @ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു വാക്കുകളെ ഓൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ Ctrl+C പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാക്കുകൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ FML സീരീസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം @ അതുപോലെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇനി ഞാനിവിടെ ഓൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ആപ്പിൾ ഫോണ്ട് സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് MLKV ഫോണ്ട് കൂടി നോക്കാം. ഈ ഒരു MLKV ഫോണ്ടിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ MLKVയുടെ മറ്റൊരു ഫോണ്ട് കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ MLKV ഫോണ്ടിനകത്ത് അല്ലെങ്കിൽ ആപ്പിൾ ഫോണിനകത്തൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ടൈപ്പിനകത്ത് Ctrl+C പ്രസ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യാവുന്നതാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇണ്ടായ്ക്ക് പകരമായിട്ട് @ ഇട്ട് കൊടുക്കുക. അപ്പം ആപ്പിൾ ഫോണിനകത്തും MLKV ഫോണ്ടിനകത്തും ഇണ്ട മിസ്സിംഗ് ആവുന്നതല്ല. അതുപോലെ നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇണ്ട ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നിന്ന് ഇണ്ട ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ഫോട്ടോഷോപ്പിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് @ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇണ്ട വരുത്താവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഞാൻ Shift+2 പ്രസ് ചെയ്ത സമയത്ത് ഇവിടെ ഇണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് അല്ലെങ്കിൽ അഡോബിയുടെ മറ്റ് സോഫ്റ്റ്വെയറിനകത്തെല്ലാം മലയാളം ടൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, MLKV ഫോണ്ടിനകത്തും അതുപോലെ തന്നെ ആപ്പിൾ ഫോണിനകത്തും നിങ്ങൾക്ക് @ ഇട്ട് കൊടുക്കാം ഇണ്ടായ്ക്ക് പകരമായിട്ട്. അതുപോലെ FML സീരീസിനകത്തോട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൺവേർട്ടിൽ പോയതിന് ശേഷം FML സീരീസിനകത്തോട്ട് നിങ്ങളുടെ ഫോണ്ടിനെ കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിറ്റ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന് പകരമായിട്ട് കുറ്റി പെൻസിൽ എന്നുള്ള വെബ്സൈറ്റൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ വർക്ക് ചെയ്തതിനകത്ത് ടൈപ്പിറ്റാണ് കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത്. കാരണം നമുക്ക് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടൈപ്പിനകത്ത് വർക്ക് ചെയ്യാവുന്നതാണ്. അതേസമയം വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പിറ്റിന് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് മറ്റൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള യൂസ് കൂടിയുണ്ട്. അപ്പോൾ അതെന്താണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുൻപ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഒപ്പം ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് മലയാളം ഫോണ്ടുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കാം.